തൃശൂർ നഗരത്തിൽ ഇന്ന് പുലികളിറങ്ങും. രാവിലെ മുതൽ പുലിമടകളിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വൈകിട്ടോടെയാണ് പുലികൾ നഗരം കീഴടക്കുക. ഇത്തവണ 7 സംഘങ്ങളാണ് പുലിക്കളിക്കുള്ളത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ ഇപ്പോൾ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത്? പുലിമടകളിൽ ഈ പുലിക്കളിക്കായുള്ള ഒരുക്കങ്ങൾ ഏത് തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? സുരേഷ്, ഞാനുള്ളത് പാട്ടുരായ്ക്കലിലാണ്. പാട്ടുരായ്ക്കലിലെ പുലിമടയിൽ ഒരുക്കങ്ങൾ തകൃതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ വർണ്ണങ്ങളിൽ പുലികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് പുറകിലായി ധാരാളം പുലികളെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ പുലികൾ, പുലിപ്പുലികളുണ്ട്, പരയം പുലികളുണ്ട്, അതുപോലെ കരിമ്പുലിയുണ്ട്. അങ്ങനെ വിവിധ വർണ്ണങ്ങളിൽ വിവിധ രൂപങ്ങളിലുള്ള പുലികൾ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓണാഘോഷത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ ആ നാലാം ഓണം വളരെ ഗംഭീരമാക്കുക എന്നുള്ളത് തന്നെയാണ് പുലികളുടെ ഒക്കെ തന്നെയും ഉദ്ദേശം എന്നുള്ളതാണ്. ചേട്ടാ, എത്ര നേരം ഒരുങ്ങി നിൽക്കുന്നു? ഒരു 6 മണിയോട്ട് തുടങ്ങിയതാ. കുറെ പൂർത്തിയായോ? ഇല്ലില്ല, ഇനി പുള്ളി പരിപാടികളുണ്ട്. ഇതെല്ലാം പൂർത്തിയാകുമ്പോൾ എത്ര സമയം വരും? സമയവും ഒരു ഏകദേശം ഒരു മണിക്കൂർ 2 മണിക്കൂർ കൂടിയാവും. 6 മണിക്ക് തുടങ്ങി ഒരു 11-12 മണിയാവില്ലേ കഴിയാൻ? ശേഷം ഒന്ന് ഉണങ്ങി കിട്ടണം. ഒരു വൈകുന്നേരം 3 മണിക്കൊക്കെ ഇറങ്ങാനാകുമ്പോഴേക്കാണ് ഉണങ്ങി സെറ്റ് ആവുള്ളൂ. എത്രത്തോളം ആവേശമാണ് ഇത്തവണ? ഇങ്ങനെ ആവേശം എല്ലാ കൊല്ലം ഉള്ളതല്ലേ നമുക്ക് പഠിക്കാൻ കഴിയുന്നുള്ളത് തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും എന്തായാലും ഈ പാട്ടുരായ്ക്കൽ ദേശത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവരൊരു വ്യാഴവട്ടക്കാലത്തിന് ശേഷമാണ് ഈ ഇത്തരത്തിൽ പുലികളിക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. 12 വർഷം മുൻപാണ് ഇതിനു മുൻപ് പാട്ടുരായ്ക്കൽ ഈ പുലികളിയിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ധാരാളം ആർട്ടിസ്റ്റുകൾ, വനിതാ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ ഉണ്ട്. ചേച്ചി, ഈ എല്ലാ വർഷവും ഇങ്ങനെ പുലികളെ ഒരുക്കാറുള്ളതാണ്? ഇല്ല, ഞാൻ ആദ്യമായിട്ട് ആണ് വരുന്നത്. ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ചെയ്യണം എന്നുള്ളൊരു താല്പര്യം നമ്മുടെ ഞാനൊരു കലാകാരിയാണ്. അതോടൊപ്പം നമ്മുടെ ഈ സാംസ്കാരിക തലസ്ഥാനത്ത് ഇത്രയും വലിയൊരു ഓണത്തിന് വേണ്ടിയിട്ടുള്ള പുലിക്കളി നടക്കുമ്പോൾ ആദ്യം കുഞ്ഞു കുട്ടിയാകുമ്പോൾ അത് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ പറ്റാത്തതിൽ വലിയ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കണ്ടു വന്നപ്പോൾ തന്നെ നമ്മൾ അതിൽ ഇൻവോൾവ്മെൻ്റായി. വരയ്ക്കാൻ കിട്ടിയ അവസരം എന്തുകൊണ്ടും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒഴിവാക്കില്ല എന്ന് തീരുമാനിച്ചത് അപ്പോൾ തന്നെ. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. തൃശ്ശൂരിൽ തന്നെയാണ് സ്ഥലം? ഞാൻ ഗുരുവായൂർക്കാരിയാണ്. ഇപ്പം ഈ അടുത്തായിട്ട് ഇപ്പോൾ തൃശ്ശൂരാണ് താമസം. ഏതൊക്കെ തരത്തിലുള്ള പുലികളെയാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്? ഇല്ല, ഞാൻ ആദ്യമായിട്ട് ഇതുകൊണ്ട് തന്നെ ഇപ്പം ഈ കിട്ടിയത് എനിക്ക് ശരിക്കും പുലികൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയണത്. ഇത് പുള്ളിപ്പുലിയാണ്. ഇനി വരയാൻ പുലിനെ ഒരു ചെറിയ കുട്ടീനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. ശരീരം എന്ന ക്യാൻവാസിൽ പരമാവധി മനോഹരമാക്കുക. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം. അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിനോടുള്ള അല്ലെങ്കിൽ കേരളത്തിനോടുള്ള ഓണത്തോടുള്ള കലകളോടുള്ള ഇഷ്ടം ഇങ്ങനെയെങ്കിലും പ്രകടിപ്പിക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ സന്തോഷമാണ്. തന്നെയാണ്. ഏതായാലും വനിതാ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ ഉണ്ട്. അവരൊക്കെ വലിയ ആവേശത്തോടു കൂടെ തന്നെയാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. പുലികളി കാണുക എന്നുള്ളതായിരുന്നു ആഗ്രഹം എന്നുള്ളത് പറഞ്ഞു. നേരത്തെ ഈ മുൻകാലങ്ങളിലൊക്കെ സ്ത്രീകളൊക്കെ പുലികളി കാണുന്നതിനും മറ്റുമൊക്കെ എത്തുന്നത് വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് സ്ത്രീകൾ തന്നെ പുലികളിക്ക് വേഷം കെട്ടുന്ന പുലികളിക്ക് അവർ ഒരു വേഷം കെട്ടി പുലികളി രൂപമായി നിരത്തുകളിലേക്ക് റൗണ്ടിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും വരയ്ക്കാൻ കൂടെ സ്ത്രീകളുടെ വലിയ സാന്നിധ്യം. ഇപ്പോൾ ഒരു കുഞ്ഞു മോള് വരയ്ക്കുന്നുണ്ട്. എന്താ പേര്? ശ്രീതു. ആദ്യമായിട്ടാണോ വരയ്ക്കുന്നത്? ആദ്യമായിട്ടാണ്. എന്താണ് ഇങ്ങനെ വരയ്ക്കാൻ ഒരു? എൻ്റെ പാപ്പൻ്റെ വീട് ഇവിടെ തൃശ്ശൂർ തന്നെയാണ്. അപ്പോൾ പാപ്പൻ വിളിച്ചു. അപ്പോൾ ആദ്യമായിട്ടൊരു വെറൈറ്റി ആണല്ലോ വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ വരയ്ക്കാൻ വന്നു. ഞാൻ വീട്ടിൽ അക്രിലിക് വാട്ടർ കളർ അതൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാതെ വെച്ചിട്ട് വന്നതാണ്. വരയ്ക്കുമ്പോൾ ഓരോന്ന് പൂർത്തിയായി ആ ശരീരത്തിലൊക്കെ വരച്ച അതിൻ്റെ ഒരു ഭംഗിയെ കാണുമ്പോൾ എങ്ങനെ തോന്നുന്നു? നമ്മൾ ക്യാൻവാസിൽ വരയ്ക്കണ പോലെ എളുപ്പമല്ല വരയ്ക്കാൻ. എന്നാലും പറ്റണ പോലെ വരച്ചു. ആദ്യമായിട്ട് വരയ്ക്കുന്നതല്ലേ, എന്നാലും പറ്റണ പോലെ വരച്ചു. കുഞ്ഞ് കലാകാരിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ കുട്ടി പോലും ഇത്തരത്തിൽ വരയ്ക്കുന്നതിന് വേണ്ടി അവിടെ നമുക്ക് കാണുന്നു എന്നുള്ളതാണ്. അങ്ങനെ ധാരാളം പേരുണ്ട്. ഈ വേഷം അണിഞ്ഞും കുട്ടികളെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. മോനെ, എന്താ പേര്? ഇഷാൻ. രാവിലെ വന്നാണോ? ആദ്യമായിട്ടാണോ വേഷം കിട്ടുന്നത്? അല്ല, കുറെ നാളായി. എത്രാമത്തെ വർഷം? 4ാമത്തെ. ഈ രാവിലെ നേരത്തെ വന്ന് ഇങ്ങനെ ശരീരത്തൊക്കെ പെയിന്റ് തേച്ച് നിൽക്കുന്ന ഒരുപാട് ദൂരം നടക്കണം, റൗണ്ടിലൊക്കെ നടക്കണ്ടേ? ബുദ്ധിമുട്ടാണോ അതോ സന്തോഷമാണോ? സന്തോഷം. ഏതായാലും
ആ കുഞ്ഞു മോൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇങ്ങനെ കുട്ടികളും വലിയവരും ഒക്കെ ഉൾപ്പെടെ ധാരാളം ആളുകൾ ഈ വേഷമണിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏതായാലും ആ വന്യ സൗന്ദര്യം, രൗദ്ര സൗന്ദര്യം അത് ഇപ്പോൾ ഏതായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ പലതരത്തിൽ അണിയിച്ചൊരുക്കുകയാണ് ആ വന്യ സൗന്ദര്യത്തെ. അത് കലാകാരന്മാരുടെ ഈ ഒരു അവരുടെ കരവിരുതിൽ തീർക്കുന്ന രൂപങ്ങൾ അത് ആസ്വാദകരെ വലിയ രീതിയിൽ ആവേശം തീർക്കുക എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ആ ആവേശം തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. വിവിധ രൂപത്തിൽ വിവിധ ഭാവത്തിലൊക്കെ ഉള്ള ആ ഒരു പുലികൾ പുലിമടയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും പുലികളെ സംബന്ധിച്ചിടത്തോളം പുലികളിയുടെ ചരിത്രമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, തൃശ്ശൂരിലേക്ക് മുൻകാലങ്ങളിൽ ഇവിടെ താമസിക്കാനെത്തിയ പട്ടാൻ സമുദായക്കാർ അവർ നടത്തിയിരുന്ന ഒരു ആഘോഷം, ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് പുലികളി ആദ്യമായിട്ട് തൃശ്ശൂരിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്തിയ ആ പുലികളി എന്നുള്ള കലാരൂപം പിന്നീട് പലതരത്തിൽ അതിൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. മുൻകാലങ്ങളിലൊക്കെ 2 ഉലക്ക പിടിച്ച ആ ഉലക്കയുടെ മുകളിൽ ഒരാൾ കയറി നിന്നിട്ടൊക്കെ ആയിരുന്നു മുൻകാലങ്ങളിൽ പുലികളി നടത്തിയിരുന്നത്. പിന്നീട് അത് കൂടുതൽ ഡിസിപ്ലിനായും കൂടുതൽ മനോഹരമായി തീർക്കുന്ന പല കൂട്ടിച്ചേർക്കലുകൾ അതിൻ്റെ ഭാഗമായി ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോഴേതായാലും ഈ പുലികളിയുടെ ഭാഗമായി വളരെ മനോഹരമായി തന്നെ അത് എങ്ങനെയും ആസ്വാദകരുടെ മനം കീഴടക്കുക, ഒപ്പം തന്നെ കപ്പ് സ്വന്തമാക്കുക എന്നുള്ളത് തന്നെയാണ് സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉദ്ദേശം. ഇപ്പോൾ ഈ പാട്ടുരായ്ക്കൽ ആ ഒരു ദേശത്തിൻ്റെ ആളുകൾ കൂടെ, കമ്മിറ്റിയുടെ ആളുകൾ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷമാണ് പാട്ടുരായ്ക്കൽ ഇത്തരത്തിൽ ഈ ഒരു പുലികളിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് എത്രത്തോളം ആവേശമാണ് ഇത്തവണ? തീർച്ചയായും ഇപ്രാവശ്യത്തെ പുലിക്കളിക്ക് വളരെ ആവേശമാണ് കാണുന്നത്. ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ എണ്ണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആൾക്കാർ നിർത്താതെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിനി പരിമിതികൾ കൊണ്ട് കോർപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ളതുമായുള്ള നമ്മുടെ 35 പുലി 51 പുലി എന്നുള്ള ഒരു നിശ്ചിത ലിമിറ്റ് കാരണവും വേഷങ്ങളുടെ പരിമിതി കാരണവും ഞങ്ങൾക്കിപ്പോൾ നിർത്തേണ്ടി വന്നൊക്കെയാണ്. 51 വേഷമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. എല്ലാവരും ആവേശമായിട്ടാണ് ഇതിനെ കാണുന്നത്. വളരെ വ്യാഴവട്ടകാലം എന്ന് തന്നെ പറയാം. 10-13 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും പാട്ടുരായ്ക്കൽ ദേശം സ്വരാജ് റൗണ്ടിലേക്ക് വലം വയ്ക്കാനായിട്ട് ഇറങ്ങുകയാണ്. എല്ലാ കാഴ്ചക്കാരും കാണികളായാലും അവർക്ക് എല്ലാവർക്കും കാണാനുള്ള സൗകര്യത്തിലാണ് നമ്മൾ ഇപ്രാവശ്യം ഒരുക്കിയിട്ടുള്ളത്. എല്ലാവരും നമ്മളോട് സഹകരിച്ചിട്ട് തന്നെയാണ് ഇതുവരെ പോയിട്ടുള്ളത്. നല്ല നല്ല ആർട്ടിസ്റ്റുകളും നല്ല നല്ല വേഷങ്ങളുമാണ് ഞങ്ങൾക്കിപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത്. അതിൽ ഞങ്ങൾ വളരെയധികം ഭാഗ്യവാന്മാർ തന്നെയാണ്. തീർച്ചയായും ഞങ്ങൾക്ക് വളരെയധികം മത്സരം തീർച്ചയായും ഉണ്ടായിരിക്കും. പക്ഷേ എന്നാൽ മത്സരത്തിനുപരി നമ്മൾ നല്ല കാഴ്ച വെക്കുക എന്നുള്ളത്, നല്ലൊരു കാഴ്ച സമർപ്പിക്കുക എന്നുള്ളതാണ് ആഗ്രഹം. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ അവസാനം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ചെയ്തത്. ഇത്രയും കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഞങ്ങൾക്ക് എന്താ പറയുക, ഈ അവസാന നിമിഷത്തിൽ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തില്ല. ഞങ്ങൾക്ക് ഇറങ്ങിയേ സാധിക്കുള്ളൂ. ഏതായാലും അത് തന്നെയാണ്. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു കാഴ്ചകൾ അത് വളരെ പരമാവധി മനോഹരമാക്കുക എന്നുള്ളതാണ്. നമ്മൾ പുലിയുടെ മനോഹര കാഴ്ചകൾ കണ്ടു. ഇപ്പോൾ നമുക്ക് ആ പുലികൾക്ക് ധരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള വസ്ത്രങ്ങളും ചെരുപ്പുകളും അത്തരം കാര്യങ്ങളുടെ ആ ദൃശ്യങ്ങൾ കൂടെ നമുക്ക് കാണാം. ധാരാളം രൂപങ്ങൾ, ഇതാണ് പുലികളിക്ക് വേണ്ടി അവർ ഇടുന്ന വസ്ത്രങ്ങൾ, അതിൻ്റെ മുഖമൂടി, ഈ പുലി മുഖമൂടി ഉൾപ്പെടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർ ധരിക്കുന്ന ചെരുപ്പുകളാണെങ്കിലും അങ്ങനെയൊക്കെ ആ ഒരു അരമണിയാണെങ്കിലും അതൊക്കെ ഇവിടെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ അല്പസമയത്തിനകം തന്നെ അവരുടെ ആ ഒരു ദേഹത്തെ ചായം തേക്കുന്നതാണ് ഏറ്റവും ആദ്യം നടക്കുന്നത്. 6 മണിക്കാണ് ദേഹത്തെ ചായം തേച്ച് തുടങ്ങിയത്. ആ 6 മണിക്ക് തുടങ്ങിയ ദേഹത്തെ ചായം തേക്കൽ ഇനിയും പൂർത്തിയായിട്ടില്ല. അപ്പോൾ തുടങ്ങിയ ആ ഒരു പ്രവൃത്തി ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതായാലും അത് ഒരു ഉച്ചയോടുകൂടെ തന്നെ പൂർത്തിയാവും. അത് ശരീരത്തെ, ഈ ദേഹത്തെ പെയിൻ്റ് എല്ലാം ഉണങ്ങിയതിന് ശേഷം, ആ ചായമെല്ലാം ഉണങ്ങിയതിന് ശേഷമായിരിക്കും ഈ മുഖംമൂടിയും അതുപോലെ തന്നെ ഈ അരമണിയും ഒക്കെ കെട്ടി പുലികൾ അതിൻ്റെ കൂടുതൽ മനോഹരമായ രൂപത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏതായാലും ആ പുലികളിയുടെ ഭാഗമായി ഈ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.